നിറയെ അലുവകളാണ്. ആണ് ജലീലിക്ക അല്ലേ? നമസ്കാരം. നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അലുവ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമ്മളിവിടെ അലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ജലീലിക്ക, എന്താണ് തുടങ്ങാം നമുക്ക് അലുവ ഉണ്ടാക്കാൻ അല്ലേ? എങ്ങനെയാണ് ആദ്യത്തെ ഒരു പരിപാടിയൊക്കെ എങ്ങനെയാണ് അലുവ? കാരണം കഴിച്ചിട്ടേ ഉള്ളത്, ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഇത് പരിപാടി തുടങ്ങുന്നത്? പരിപാടി ഞങ്ങൾ തുടങ്ങുന്നത് 4 ലിറ്റർ വെള്ളം വെച്ചിട്ട് ആദ്യമായിട്ട് 20 കിലോ അലുവ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20 കിലോ അലുവയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത്രയും വെള്ളം മതിയോ? ഈ ഒരു ഇതിലുള്ള വെള്ളം മതി? പിന്നെ പോരാത്ത നമ്മൾ പാകമാവുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓ ശരി. ഇതൊന്നും മുളക് പൊടിയോ? അല്ല, ഇത് മഞ്ഞ കളറാണ്. പൈനാപ്പിൾ അലുവയ്ക്ക് ചെന്നാൽ ചെറിയ തോതിൽ നമ്മൾ പൈനാപ്പിൾ കൊണ്ടുള്ള അലുവയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ കൊണ്ട് ഫ്രൂട്ട്സ് അലുവയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചത് മുളക് പൊടിയായിരിക്കും. അലുവയ്ക്കകത്ത് മുളക് പൊടി. ചേട്ടാ വാ, നിങ്ങളത് പിടിച്ച, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച ശരിയാവില്ല അത്. അലുവ ഉണ്ടാക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ട പരിപാടിയാണല്ലേ? ഓ, അടിയിൽ നല്ല തീയാണല്ലോ. ഇപ്പൊ നമ്മള് പൊടിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചു. ഇനി എന്താ അടുത്ത പരിപാടി? പഞ്ചസാര വേണം. 12 കിലോ പഞ്ചസാര. 12 കിലോ പഞ്ചസാര. നമ്മൾ ശരിക്കും 20 കിലോ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ പഞ്ചസാര തട്ടിക്കോളൂ. ഇത് 12 കിലോ. ഇത് 12 കിലോ ഫുള്ള് വിടുമോ? ഇല്ല. ഓ ഇനി ഇന്ന് ഇളക്കി കൊടുക്കണം അല്ലേ? 20 കിലോ എന്താ പറയുക അലുവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടു. ശരിക്കും പറഞ്ഞാൽ വെള്ളമൊക്കെ തുഴയുന്ന പോലത്തെ ഒരു പങ്കായം കൊണ്ട് നമ്മൾ ഇളക്കണം അല്ലേ? അടി പിടിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടി പിടിക്കും. ശരിക്കും ഈ കണക്ക് വെച്ച് ചെയ്തില്ലെങ്കിൽ അലുവ പണി കിട്ടും അല്ലേ? ഇത് ഇങ്ങനെ എത്ര നേരം ഇളക്കണം ചേട്ടാ? ഇത് 20-25 മിനിറ്റോളം വരും. 25 മിനിറ്റോളം. അത് ഫുൾ പ്രോസസ്സിനാണോ? അതോ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുത്തു. ഇത് തിളക്കുമ്പോൾ തിളച്ചിട്ടാണ് മൈദ ചേർക്കുക. അതെ ശരി. തിളച്ചതിന് ശേഷം അടുത്ത ഐറ്റം ചേർക്കണം. ഇത് പൈനാപ്പിൾ ആണോ? പൈനാപ്പിൾ. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ അലുവയാണ് ഉണ്ടാക്കുന്നത്. ആഹാ, ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ അലുവയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും അല്ലേ? ഇളക്കലാണ് അതിൻ്റെ ഒരു ഇത്. ഇനി അടുത്തെന്താണ്? ഹായ് ചേട്ടാ, ഇപ്പോൾ എത്ര മൈദ ചേട്ടാ ഇതിനകത്ത്? നമ്മൾ 20 കിലോ അലുവയിലുണ്ടാക്കാൻ 6 കിലോ മൈദ, 6 കിലോ പഞ്ചസാരയും ചേർത്തി. മൈദ അങ്ങനെ കലക്കി ഇടുകയാണോ അതോ? അല്ല, മൈദ പിന്നെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് 2 ദിവസം ഇരുന്ന് വൃത്തിയായതിനു ശേഷമായി. ഓ ശരി. 2 ദിവസം വെള്ളത്തിൽ കലക്കി വെച്ചേക്കണം അല്ലേ? ഓക്കെ. മൈദ പുളിക്കണം അലുവയ്ക്ക്. അലുവ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഇളക്കലാണ് ഇതിൻ്റെ ഒരു ഇതല്ലേ? ഇപ്പൊ എന്താ ഒഴിച്ചത്? അത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാണോ? ദൈവമേ, എത്ര വെളിച്ചെണ്ണ? 15 ലിറ്ററോളം വെളിച്ചെണ്ണ വേണം. അപ്പം 20 കിലോ എന്താ പറയുക അലുവ ഉണ്ടാക്കണമെങ്കിൽ 15 ലിറ്ററോളം വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ? ഇതിൽ അത്ര ചേരില്ല. പക്ഷേ വെളിച്ചെണ്ണയിലാണ് ഇത് കറക്കി തിരിച്ചെടുക്കുന്നത്. അടി പിടിക്കാതെ ഇളക്കുന്നത് വെളിച്ചെണ്ണ പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ അതിപ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇടക്കുന്നത് അല്ലേ? അതിൽ വെളിച്ചെണ്ണയാണ്. ഇതിൽ 2 ലിറ്ററോളം വെളിച്ചെണ്ണ ഇതിൽ ചേരുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? അല്ല, ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തേണ്ടതുണ്ട്. ബാക്കി പഞ്ചസാര കുറച്ച് പഞ്ചസാര. നേരത്തെ നമ്മൾ 12 കിലോ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അല്ലേ? അതിൻ്റെ 8 കിലോ പഞ്ചസാര പോലെ ആദ്യം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും വെള്ളം തുഴയുന്ന പോലെ തന്നെ അല്ലേ? 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. 1 ലിറ്റർ വെള്ളം വേണം. 1 ലിറ്റർ വെള്ളം ഒഴിക്കും അല്ലേ? നല്ല ചൂടായി. നല്ല അധ്വാനം വേണ്ട പണിയാണല്ലേ? ഒരു 10-25 മിനിറ്റ് ഈ ചൂടത്തിരുന്ന് എന്താ പറയുക കുഴഞ്ഞ് കൈയൊക്കെ നല്ല ഇതാവും.
ഇതിങ്ങനെ 10-25 മിനിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ ഈ ഇളക്ക്? ചെയ്യേണ്ടി വരും. ഈ എണ്ണ മൊത്തം പിടിക്കുമോ ഇത്? അതോ 2 ലിറ്റർ 2 ലിറ്റർ? ബാക്കി എണ്ണ എന്ത് ചെയ്യും അപ്പോൾ? ചിലവുണ്ടാവും, അത് റിസർവ് ആയിട്ട് പിന്നെ ആണോ മാറ്റും? അടുത്ത സെറ്റിലേക്ക് ചേർത്തും. ഓ അത് ശരി. അപ്പോൾ അതൊരു 2 ലിറ്റർ എണ്ണയൊക്കെ പിടിക്കുള്ളൂ, ബാക്കി മൊത്തം മാറ്റി എന്ത് ഉപയോഗിക്കാം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ 15 ലിറ്റർ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുന്നത്. ഒഴിച്ചേണ്ടപ്പോൾ പേടിച്ചു പോയി. മഞ്ഞയായിട്ടും വെള്ളമായിട്ടും അങ്ങനെ പല കളറും, ഓരോ കളർ അതേ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഒരുപാട് ടൈപ്പ് അലുവല്ലേ? കളറായിട്ട് മഞ്ഞ, നീല, പച്ച, ഒരുപാട് കളറിലുണ്ട്. ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇങ്ങനെയാണ് പാകം നോക്കുന്നത് അല്ലേ? കൈമുക്കി നോക്കാൻ പറ്റില്ല, എണ്ണ ആയതുകൊണ്ടേ. അപ്പോൾ നമ്മുടെ ഏകദേശം അലുവ പാകമായിട്ടുണ്ട്. പാകമായി കഴിഞ്ഞു അല്ലേ? ഓ നല്ല ചൂടാട്ടോ ഇവിടെ. ഞാൻ ഇങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അലുവ വേണ്ട ഈ ട്രേകളിലേക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ ട്രേ എന്തായിട്ട് 6 കിലോ ആണല്ലേ? ഒരു 6 കിലോ ആണ്. നമ്മൾ ചൂടോടെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ബേക്കറിയിലേക്ക് വരുന്നത്, നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ദിവസം വെച്ചേക്കണം അല്ലേ? ഒരു ദിവസം വെച്ചതിന് ശേഷമാണിത് അവിടെ വരുന്നത്. ഇപ്പോൾ ഒരു ടേസ്റ്റാണ്, ചൂടാറി കഴിയുമ്പോൾ അലുവയുടെ ഒരു ടേസ്റ്റ് വരും നേരെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അലുവ മേക്കിംഗ്. നല്ല എളുപ്പമുള്ള പരിപാടിയാണ്. എന്തായാലും നിങ്ങൾ അലുവ മേക്കിംഗ് കണ്ടല്ലോ, ഹാപ്പി ആയില്ലേ? ഇനി വീണ്ടും അടുത്ത ആഴ്ച പുത്തൻ പരീക്ഷണങ്ങളുമായി കാണാം. അണ്ടിൽ ദെൻ